കലാകാരന്മാരുടെയും അക്ഷരപ്രേമികളുടെയും ഇഷ്ടസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കരിമ്പുക്കോണം ദേവീക്ഷേത്ര നൃത്തസംഘം ഒരു തീർത്ഥയാത്ര നടത്തി. 2025 ആണ്ട് 5-ാം മാസം 13-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 4:10 ട്രെയിനിൽ ഞങ്ങൾ 34 പേർ തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഞങ്ങളെ ബീന റെസിഡൻസി ഹോട്ടലുകാർ ഏർപ്പെടുത്തിയ ബസ്സിൽ അവരുടെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. റൂമിലെത്തി കുളിച്ച് റെഡിയായി ഇറങ്ങിയ ഞങ്ങൾ ഉടൻ തന്നെ മൂകാംബിക ദർശനത്തിനായി പോയി. അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം കുറിക്കാനും കലാപരിപാടികൾ അരങ്ങേറാനും എത്തിയ ഒട്ടേറെ പേർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ദേവിയുടെ മുന്നിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. മനസ്സുള്ളപ്പോൾ എത്തിച്ചേരാവുന്ന ഇടമല്ല മൂകാംബിക ക്ഷേത്രം. അതിന് എത്രയോ കഥകൾ അനുഭവസ്ഥർക്ക് പറയാനുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചാലും ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ആ നടയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് ചുരുക്കം. അവിടെ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്താൽ മുരുടേശ്വരം ക്ഷേത്രത്തിലെത്താമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ പാട്ടും ഡാൻസുമായി ബസ്സിൽ ഉല്ലാസത്തോടെ അവിടേക്ക് തിരിച്ചു. മുരുടേശ്വരം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് ബീച്ചിൽ കുളിച്ചു. അസ്തമയം കണ്ടതിന് ശേഷമാണ് അവിടം വിട്ടത്. റൂമിൽ തിരിച്ചെത്തിയ ഞങ്ങൾ ഒരിക്കൽ കൂടി മൂകാംബികയുടെ നടയിലെത്തി. ദർശനത്തിന് ശേഷം റൂമിൽ വന്നു. 15-നായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. 2 മണിക്കൂർ നീണ്ട പരിപാടിക്ക് ശേഷം ഞങ്ങളിൽ ചിലർ കുടജാദ്രിയിൽ പോയി. ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപവും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കാണേണ്ടത് തന്നെ. അറിവിൻ്റെ സർവജ്ഞ പീഠത്തിലെത്താൻ കുറുക്കു വഴികളില്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ടെന്നും ഈ യാത്ര ഓർമ്മിപ്പിക്കുന്നു. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാത്ത അറിവിൻ്റെ കടലായ ശങ്കരാചാര്യർക്ക് തപസ്സിലൂടെ ജ്ഞാനം ലഭിച്ച മണ്ഡപം. അക്ഷരപുണ്യത്തിൻ്റെ അവസാന വാക്കായ ശ്രീശങ്കരൻ നടന്നെത്തിയത് ഈ തപസ്ഥാനത്തായിരുന്നു. അടുത്തതായി ഞങ്ങൾ സൗപർണികയിലേക്ക് പോയി. സുബർത്തൻ എന്നുപേരുള്ള ഒരു ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. സൗപർണികയിൽ കുളിച്ചു കയറി ആവശ്യാനുസരണം ഫോട്ടോ എടുത്ത് റൂമിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് നേത്രാവതി എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉണർവും ഉന്മേഷവും തോന്നി. എല്ലാ കാര്യത്തിനും ശുഭയാത്രയ്ക്കും മൂകാംബികയോടും കരിമ്പുക്കോണം ദേവിയോടും നന്ദി പറഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.